Hello. Good morning. Good morning, miss. Good morning, miss. Yes. How are you? Fine. ഒരാൾ മാത്രം ഫൈനുള്ള എല്ലാവർക്കും സുഖാണോ? Yes, ma'am. Yes, ma'am. ക്ലാസ് ഒക്കെ കേട്ട് മടുത്തിട്ട് ക്ഷീണിച്ചിരിക്കുകയാണോ? റിലാക്സ് ചെയ്യ്. ആ ഒരു ക്ലാസ് കഴിഞ്ഞതിന്റെ ആ ഒരു ഇതിലാണോ എല്ലാവരും? എങ്ങനെയുണ്ട് ക്ലാസ്സുകളൊക്കെ? നിങ്ങൾക്ക് എല്ലാം ഏകദേശം ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ടല്ലോ അല്ലെ? ചാപ്റ്റേഴ്സ് ഒക്കെ ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞു. കുറച്ച് ഒന്ന് എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സിനൊക്കെ എടുക്കാനുള്ള ഓരോ ചാപ്റ്റേഴ്സ് കൂടി ബാക്കിയുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. റൈറ്റ്? ശരിയാണോ? Yes, miss. പഠിച്ചും കഴിഞ്ഞോ? അതുകൂടി ചോദിക്കണ്ടേ? ക്ലാസ്സുകൾ കഴിയാറായി. നിങ്ങള് കുറച്ച് ഒന്നും രണ്ടും ചാപ്റ്റേഴ്സ് മോഡ്യൂൾസിന്റെ എക്സാംസ് ഒക്കെ നിങ്ങൾ കൊടുത്തു, അല്ലെങ്കിൽ ക്ലാസ് എക്സാം അറ്റൻഡ് ചെയ്തു. അപ്പൊ അതൊക്കെ നിങ്ങൾക്കൊരു പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് എക്സാമുകൾ വരിക, അപ്പൊ അതിന്റെയൊക്കെ ഒരു ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളുകളൊക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതിന്റെയൊക്കെ എക്സാം ഉണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് കൂടി എടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം ഒബ്വിയസ്ലി നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആകും. അതോടൊപ്പം തന്നെ നമുക്ക് എക്സാംസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതുവരെയും നിങ്ങൾ ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കിയാണ് പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ അതിനെ അറ്റൻഡ് ചെയ്യാനും പറ്റും അല്ലെ? നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാംസിൽ എന്തെങ്കിലുമൊക്കെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഓവർകം ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ഈ അടുത്ത എക്സാം ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും പറ്റട്ടെ. ഓക്കെ. പിന്നെ എങ്ങനെയുണ്ട്? ക്ലാസ്സുകളെല്ലാം തന്നെ നല്ല രീതിയിലല്ലേ പോയിക്കൊണ്ടിരുന്നത്? എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ആർക്കെങ്കിലും? നിങ്ങൾ ഇടയ്ക്കൊന്നും ഇല്ല, ഇടയ്ക്കൊന്നും നമ്മളെ അന്വേഷിച്ചില്ല. ഞാൻ ഇടയ്ക്ക് നിങ്ങളുടെ അടുത്ത് ഇൻട്രോ ക്ലാസ്സിലൊക്കെ വന്നിട്ട് പോയി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ വിളിച്ചാൽ മതി, നമ്മൾ വരാം. പിന്നെ കുറച്ച് അറിയാവുന്നത് പോലെ തന്നെ കുറെ കോഴ്സുകളുടെ ഒക്കെ നിങ്ങളുടെ മുന്നിലുള്ള പ്രീവിയസ് ആയിട്ടുള്ള ആളുകളുടെ ഒക്കെ കുറച്ച് കോൺവെക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോ കുറച്ച് തിരക്കും അതുപോലെ തന്നെ ഉള്ളത് കൊണ്ട് അതേ കയറാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുമല്ലോ, വിളിക്കുമെന്ന് അറിയായിരുന്നു. അപ്പൊ അതുകൊണ്ടായിരുന്നു. പക്ഷെ ആരും വിളിച്ചില്ല. പക്ഷെ ഞാൻ ഇന്ന് ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ടൊന്ന് എത്തിച്ചു കയറിയതാണ്. നിങ്ങളുടെയൊക്കെ ഒന്ന് വിശേഷങ്ങളൊക്കെ ഒന്ന് തിരക്കാൻ വേണ്ടിയിട്ട്. സുഖമായിട്ടിരിക്കുന്നോ? ക്ലാസ്സുകളൊക്കെ നന്നായി മനസ്സിലാക്കിയോ? എക്സാമിന് വേണ്ടി എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ള വിശേഷമൊക്കെ അറിയാൻ വേണ്ടി വന്നതാ, വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ ഉണ്ടെങ്കിൽ അതൊന്ന് കേൾക്കാം. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി നിങ്ങൾ പറഞ്ഞോ, എന്തെങ്കിലും പറയാനോ? ഒന്നുമില്ല? എനിബഡി? ആർക്കൊന്നും പറയാനില്ല. എക്സാം ഈ മാസം തന്നെയായിരിക്കും. എക്സാമിന്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാമിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു മാസം കൊണ്ട് പോർഷൻസ് കംപ്ലീറ്റ് ആവും. അതിന്റെ ഇടയ്ക്ക് കുറച്ച് അവധികളൊക്കെ വരുന്നത് കൊണ്ട് കുറച്ച് ദിവസം ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ കൂടുതൽ ക്ലാസ് എടുത്ത് തീർക്കാനായിട്ട് വേണ്ടി വരും. കാരണം അതിന്റെ ഇടയ്ക്ക് കുറച്ച് അവധികൾ വരുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ വിഷു, ഈസ്റ്റർ ഡേയ്സിന്റെ ഒക്കെ ആ ഒരു സമയത്തുള്ള കുറച്ച് അവധികളും ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരു ആഴ്ച മാറുമായിരിക്കും. ഐ തിങ്ക് അടുത്ത മാസം എന്തായാലും നിങ്ങൾക്ക് എക്സാം ഒക്കെ ഉണ്ടാകും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും അതിന്റെ ടൈം ടേബിളും എല്ലാം നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അത് കൃത്യമായിട്ട് ഇട്ട് തരുന്നു. അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് പ്രിപ്പയർഡ് ആകുക. തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ കഴിഞ്ഞിട്ട് ആയിരിക്കും എന്താ ചെയ്യുക, എക്സാം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ മോഡൽ എക്സാമും അതുപോലെ തന്നെ ബാക്കി മെയിൻ ആയിട്ടുള്ള എക്സാം വരിക. അതങ്ങനെ എന്തായാലും നിങ്ങൾക്ക് അതിന്റെ ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് തരുന്നതായിരിക്കും. ഓക്കെ. ഇനി എന്തെങ്കിലും ഉണ്ടോ? മാം, മെയിൻ എക്സാമിന് നമ്മുടെ 4 മൊഡ്യൂളും ഉണ്ടാവോ? ഉണ്ട്. എക്സാമിന് നമുക്ക് 4 മൊഡ്യൂളുണ്ട് സെപ്പറേറ്റ്ലി. 1, 2, 3, 4 അങ്ങനെ ഓരോ എക്സാംസ് ആയിരിക്കും. ഓരോന്നും മൊഡ്യൂൾ വൈസ് തന്നെയാണ് മെയിൻ എക്സാം വരിക.
നിങ്ങൾ ഇത്രയും എക്സാം അപ്പോഴേക്കും ഇത്രയും എക്സാം എഴുതി അതിന്റെ ആ ഒരു പരിചയമൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്തായാലും മെയിൻ എക്സാം ആകുമ്പോഴേക്കും നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആയിട്ടുണ്ടാവും. നമ്മൾ ഒരു പ്രാവശ്യം എക്സാമിന് പോകുമ്പോൾ ഇച്ചിരിയൊക്കെ പഠിക്കൂലേ? പഠിച്ചിട്ടല്ലേ എക്സാം കൊടുക്കുക? അങ്ങനെയല്ലേ ചെയ്യണേ? വെറുതെ വന്നിരുന്നല്ലോ നമ്മൾ എക്സാം എഴുതാം. എന്തായാലും നമുക്ക് ഒത്തിരി പേര് വേറെ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടായിരിക്കും, ഫാമിലി ഉണ്ടായിരിക്കും, നോക്കാനുണ്ടായിരിക്കും, കുട്ടികൾ കുഞ്ഞു പിള്ളേരുള്ളവരുണ്ടായിരിക്കും. പക്ഷെ എങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും ഒരു എക്സാം കൊടുക്കാൻ പോകുമ്പോൾ നമ്മള് കുറച്ചൊക്കെ പ്രിപ്പയർഡ് ആകും അല്ലെ? നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മളത് ഉപയോഗപ്പെടുത്തി പ്രിപ്പയർഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ അങ്ങനെ പ്രിപ്പയർഡ് ആയി ഫൈനൽ എക്സാം വരുമ്പോഴേക്കും നമ്മൾ വെൽ പ്രിപ്പയർഡ് ആണ്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ എക്സാംസ് എഴുതാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. അങ്ങനെ തന്നെയാണ് പ്രീവിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നമുക്ക് കിട്ടിയിരുന്ന ഒരു ഫീഡ്ബാക്കും അവർ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നമുക്ക് മനസ്സിലായതും അങ്ങനെയൊക്കെ തന്നെയാണ്. മനസ്സിലായോ? പേടിക്കൊന്നും വേണ്ട. എല്ലാം കുറച്ച് ഫ്രീ ആവാത്ത പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾ ഭയങ്കര എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് പറയാം. നിങ്ങൾ എന്താ പറയാ അങ്ങനത്തെ കാര്യങ്ങൾ ഈ ഇപ്പൊ എക്സാമിന് ടെൻഷൻ അല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കും മാർക്ക് മറ്റുള്ളവർക്കൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ എനിക്ക് പറ്റുമോ എന്നുള്ളതൊക്കെ അതൊക്കെ കിട്ടേക്ക്. അപ്പൊ നിങ്ങൾ ബോധർ ചെയ്യേണ്ട, നന്നായിട്ട് ഒരുങ്ങുക എക്സാമിന് വേണ്ടിയിട്ട്. ഇത്രയും കുട്ടികളൊക്കെ ഉണ്ടാവാറുള്ളോ ക്ലാസ്സില്? 10 എന്ന് പറയുന്ന ബാച്ചില് 17-18 ഉള്ള കുട്ടികള് അല്ലെങ്കിൽ ഇപ്പൊ ലീവ് ചെയ്ത് പോയതാണോ? ആർക്കും അറിയില്ല. ഉണ്ടാവാറുണ്ട്, കൂടുതലുണ്ടാവാറുണ്ടോ? ഇപ്പൊ അറൗണ്ട് എത്ര കുട്ടികൾ ഉണ്ടാവാറുണ്ട്? അശ്വിനിയാണ് പറഞ്ഞത് ആൻസർ. അതുകൊണ്ട് അശ്വിനിയോട് തന്നെ ചോദിക്കട്ടെ. അശ്വിനി, എത്ര കുട്ടികളെ ഓൾമോസ്റ്റ് എത്ര കുട്ടികളെ ഒരു ആവറേജ് ഉണ്ടാവാറുണ്ടെന്ന് പറയാമോ? 60 ഒക്കെ ഉണ്ടാവാറുണ്ട്. ആണോ? ഇന്നിപ്പോ അത്ര ഉണ്ടായിരുന്നോ ക്ലാസ്സിൽ? ഇന്നിപ്പോ കുറവാണ്, കുറച്ചൊരു ലെഫ്റ്റ് ആയി പോയിട്ടുണ്ട്. അല്ല, അത് ഇപ്പോഴത്തെ ഈ ലാസ്റ്റ് മിനിറ്റില് ലെഫ്റ്റ് ആയി പോയതാണോ? അല്ലെങ്കിൽ ഞാൻ കയറുന്നതിന് മുമ്പ് ലെഫ്റ്റ് ആയതാണോ? അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ ക്ലാസ് ആയതുകൊണ്ട് ലെഫ്റ്റ് ആയി പോയതാണോ? അങ്ങനെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ഞാൻ ലേറ്റ് ആയിട്ടാ കയറിയത്. അപ്പോ എത്ര പേരുണ്ടായെന്ന് എനിക്കറിയില്ല. അല്ലാത്തൊക്കെ ഉണ്ടാവാറുണ്ട് ക്ലാസ്സിൽ. ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ലീവ് ചെയ്ത് പോയതായിരിക്കാം. ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുക, വേറെ ക്ലാസ് ഒന്നും എടുക്കാനൊന്നുമല്ല. ജസ്റ്റ് നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഞാൻ ടീച്ചേഴ്സിനോടല്ല, നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലാസ്സിൽ എന്തോരം മതിയായി, ഏതൊക്കെ ഇനി ചാപ്റ്റേഴ്സ് എടുക്കാനുണ്ട് എന്നൊക്കെ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലാസ്റ്റ് ഓരോ ചാപ്റ്റേഴ്സ് ടീച്ചേഴ്സിന് ഇനി എടുക്കാനുള്ളൂ എന്നാണ് എനിക്ക് കിട്ടിയ ഒരു അറിവ്. അത് ശരിയാണോ? കുറച്ച് കൂടെ ഉണ്ട് എടുക്കാനായിട്ട്. അതെ, ഒരേന്നെ, അതായത് അവരെടുത്തോണ്ടിരിക്കുന്ന കൂടാതെ ഒരേ ചാപ്റ്റർ കൂടി ലെഫ്റ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്. അപ്പൊ അത് തന്നെയാണ് അവരും പറഞ്ഞത്. അപ്പൊ അത് ഒന്നറിയാനും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഞങ്ങളോട്? അതായത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള സജഷൻസ് തരാനുണ്ടോ? എല്ലാവരും പെർഫെക്റ്റ് ഒന്നുമല്ല. എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പോരായ്മകളോ മറ്റൊക്കെ നമ്മളിൽ നിന്നും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ നമ്മൾ ആരും കുട്ടികളെ തിരുത്താറില്ലേ? കുട്ടികൾ എന്തെങ്കിലും തെറ്റോ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് നമുക്ക് എന്താ പറയാ അറിയില്ലാത്ത രീതിയിൽ അവരെന്തെങ്കിലും പ്രവർത്തിക്കുമ്പോഴോ നമ്മൾ അവരെ നിർത്തും ഇല്ലേ? അതങ്ങനെയല്ല, ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് അവരെ കറക്റ്റ് ചെയ്യും. സോ അതുപോലെ നമുക്കും എന്തെങ്കിലും പെർഫെക്റ്റ്നെസ്സിന് എന്തെങ്കിലും കുഴപ്പം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് സജസ്റ്റ് ചെയ്താൽ ഞങ്ങൾക്കതൊരു ഇംപ്രൂവ്മെന്റിന് ചിലപ്പോൾ അതൊരു വഴിയൊരുക്കും അല്ലെ? അപ്പൊ അതുപോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ടീച്ചേഴ്സിനോ? അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത് മാത്രം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല എങ്കിലും കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണാൻ വന്നു എന്ന് വിചാരിച്ചാൽ മാത്രം മതി. എന്തെങ്കിലും ഓർക്കാത്ത വല്ലവരും ഉണ്ട് ഇവിടെ? എന്നെ കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും? മിസ്സിനെ ഓർക്കാറുണ്ട്. ഫസ്റ്റ് എടുത്തതല്ലേ, ഫസ്റ്റ് ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ മിസ് ഉണ്ടായിരുന്നല്ലോ. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഇനി എന്നെ കാണാത്തവരുണ്ടാ? ഇൻട്രൊഡക്ഷൻ ക്ലാസ് കാണാതെ നമുക്കറിയാം എല്ലാവർക്കും ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല, ലൈവില് കയറാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ കുറെ പേരൊക്കെ അതിന്റെ റെക്കോർഡഡ് ഇതായിട്ടുള്ളതായിരിക്കും കണ്ടിരിക്കുക. പക്ഷെ എങ്കിലും എന്തായാലും അത് വാച്ച് ചെയ്തിട്ടുണ്ടാവണം. കാരണം കുറെ സംശയങ്ങൾ നമുക്ക് കോഴ്സിനെ സംബന്ധിക്കുന്നതും മറ്റുമൊക്കെ ഉണ്ടാകും. അപ്പൊ അത്തരം ഡൗട്ട്സും മറ്റൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യുന്ന ഒരു സെഷൻ ആയിരുന്നു ഇൻട്രോ ക്ലാസ്. അത് എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്റെ പേര് ഓർമ്മയുണ്ടാവും? നിഷ. നന്നായി. അത് ഞാൻ വിചാരിച്ചു എന്നെ മറന്നുപോയി, എന്റെ പേര് മറന്നുപോയി. ഓക്കെ, വെരി ഗുഡ്. നിഷാന്നാണ് എന്റെ പേര്. അറിയില്ലാത്തവർക്ക് ഒന്നുകൂടി ഓർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല എങ്കിൽ ഞാൻ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി കയറിയതാ. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ എന്തെങ്കിലും മധുരമായിട്ട് നമ്മളെ കുറച്ച് പൊക്കി എന്തെങ്കിലും പറയുന്നതൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്, കയറിയത്.
ഓക്കെ. ഇനി എവിടെയെങ്കിലൊക്കെ നിങ്ങൾ വെച്ച് കാണുമ്പോ നിങ്ങൾ എന്താ പറയുക, നമുക്ക് സർട്ടിഫിക്കേഷൻ സമയത്ത് നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. അത് കൂടാതെയും ക്ലാസ് ഒക്കെ കഴിഞ്ഞ് എവിടെയെങ്കിലൊക്കെ വെച്ച് നിങ്ങൾക്ക് നമ്മളെ കാണുമ്പോൾ ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. നിങ്ങളെ ഞങ്ങൾക്ക് മനസ്സിലാക്കണം. എന്താടാ? മിസ്സിന്റെ വീട് എവിടെയാ? എന്റെ വീട് ഇവിടെ പറവൂർ തന്നെയാണ്. പറവൂർ പള്ളിയുടെ തന്നെയാണ്. എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ കാണാൻ. ഞാൻ പുത്തൻവേലിക്കരുള്ളത്. അശ്വിനി എന്റെ വീട് പുത്തൻവേലിക്കര. ഇതല്ല സുഖമേലിക്കര അശ്വിനി. അശ്വിനി എന്റെ സ്വന്തം വീട് അവിടെ അടുത്ത് കുത്തിയതോട്, നോർത്ത് കുത്തിയതോട് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടോ? എന്റെ ഹസ്ബൻഡിന്റെ വീട് അയിരൂര്. അയിരൂര്. അതന്നെ. എന്റെ സ്വന്തം വീട് മാളവന. ഓ, ഞങ്ങള് പോണതും വല്ലതും ഈ പറവൂരിന്ന് നമുക്ക് ഈ പറഞ്ഞ ഒന്നുമില്ലെങ്കിൽ മാളവന അല്ലെങ്കിൽ പുത്തവേലിക്കരൊക്കെ ടച്ച് ചെയ്യാണ്ട് നമുക്ക് പോകാൻ പറ്റും. പണ്ടൊക്കെ നമ്മള് മാഞ്ഞാലി റൂട്ടാണ് പോയിരുന്നത്. ഇപ്പൊ അപ്പുറത്തെ പാലം വന്നതുകൊണ്ട് ഞങ്ങൾക്ക് എളുപ്പം അതിലേ പോകാൻ പറ്റും. പക്ഷെ ഞാൻ വീട്ടിൽ പോകുന്നില്ല കേട്ടോ. കുറെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീട്ടിലേക്ക് എത്തുക എന്നുള്ളത് എനിക്ക് ഇല്ല. എന്നെ കാണാനായിട്ട് വീട്ടിലുള്ളവർ ഇങ്ങള് വേണമെങ്കിൽ വരാൻ എന്നുള്ള മട്ടിലാണ് ഞാനിവിടെ. അപ്പൊ അശ്വിനി നമ്മള് നാട്ടുകാരാണ്. അശ്വിനിക്ക് എന്നെ എന്തായാലും പെട്ടെന്ന് എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണാൻ പറ്റും കേട്ടോ. മാളവന എന്ന് പറയാം. എന്റെ സ്വന്തം വീട് മാളവന, ഹസ്ബൻഡിന്റെ വീട് അയിരൂര്, ആറ്റുപുറം. മാളവന പള്ളിയുടെ അടുത്താണോ? അതെ അതെ, പള്ളിയുടെ അടുത്താണ്. അത് കൂടി കയറിയാണ് നമ്മള് നമ്മുടെ വീട്ടിലേക്ക് പോണേ. കണക്കക്കടവ് റൂട്ടിലേക്ക് കയറി കുത്തിയതോടൊക്കെ എത്തുക. എന്റെ സ്വന്തം വീട് അവിടെയാണ്. എന്റെ ഹസ്ബൻഡിന്റെ വീടാണ് പറവൂർ. അപ്പൊ ഓക്കെ, നമ്മളെന്തായാലും എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ ഓടി വരണം. കഴിഞ്ഞ ഒരു സ്ഥലത്ത് നമ്മള് തമ്മിൽ പരിചയം പുതുക്കിയപ്പോ ബാക്കിയുള്ളവർ അവര് സുഹൃത്തുക്കളായി എന്ന് തോന്നും. അല്ലാതെ എല്ലാവരെയും കാണണമെന്നും നമുക്ക് നല്ല ആഗ്രഹമുണ്ട്. നിങ്ങളുടെയൊക്കെ മുഖം കാണാതെ നമ്മൾ ഈ ഒരു 6 months നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഒപ്പം എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങളൊക്കെ ഉണ്ടെന്നും നിങ്ങളുടെയൊക്കെ ക്ലാസ്സുകൾ തരാൻ വേണ്ടി ടീച്ചേഴ്സിനൊക്കെ നമ്മളിങ്ങനെ ടൈം ടേബിളൊക്കെ ഇട്ട് ഇങ്ങനെ വിടുമ്പോഴൊക്കെ നിങ്ങളുടെ ആ ഒരു എന്താ പറയാ, നിങ്ങളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പലതൊക്കെ ടീച്ചേഴ്സ് നമ്മളിലേക്ക് തരുമ്പോ നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. എല്ലാ ദിവസവും കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാവരും ഇവിടെ ഉണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ച് നമ്മളെ കാണുമ്പോ നമ്മളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങളെ ചിലപ്പോൾ മനസ്സിലാവില്ല. കാരണം നമ്മളിവിടെ നിങ്ങളുടെ ക്യാമറാസ് ഒക്കെ ഓഫ് ചെയ്തിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ കാണുന്നതൊക്കെ നല്ല അതിയായ ആഗ്രഹമൊക്കെ ഉണ്ട്. എവിടെയെങ്കിലും വെച്ച് നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ ഓടി വന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു മാരേജ് ഫംഗ്ഷൻ പങ്കെടുത്തപ്പോ ഇപ്പൊ ഇവിടെ ക്ലാസ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി എന്നെ ഓടി വന്ന് പരിചയപ്പെട്ടു. നിഷ മാം അല്ലേ, ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുങ്ങല്ലൂരാണ് പുള്ളിക്കാരിയുടെ വീട്. അപ്പൊ ഓടി വന്നു. നമുക്ക് മനസ്സിലായില്ല, കാരണം നമ്മളെ ആളുകളെ കാണില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓൺ ഗോയിങ് ക്ലാസ്സിലുള്ള ഒരു കുട്ടിയാണ്. അത് ഓടി വന്ന് ഞാൻ സംസാരിച്ചു. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അശ്വിനിക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് കാണണം. ഓക്കെ, അതുപോലെ കാണാം. അപ്പൊ എല്ലാവരും ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. PGയുടെയും ഡിപ്ലോമയുടെയും എക്സാമുകൾ അതെങ്ങനെയാ? അത് ഡിപ്ലോമക്കാരുടെ എക്സാമിന്റെ കൂടെ എഴുതേണ്ടി വരും? PGയുടെ എക്സാമിന്റെ ഡിപ്ലോമയുടെ എക്സാമിന്റെ കൂടെ അല്ല, PGയുടെ ക്ലാസ്സും ഇപ്പൊ ഇതിന്റെ കൂടെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഡിപ്ലോമക്കാരുടെ എക്സാമിന്റെ കൂടെ ഞങ്ങളും എഴുതേണ്ടി വരും? അത് കഴിഞ്ഞിട്ട് പിന്നെ 2 മാസം PGയുടെ എക്സാമിന് PGയുടെ എക്സാം അറ്റൻഡ് ചെയ്താൽ മതി. സ്മിത PG ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? PG ആണ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഈ 4 മോഡ്യൂൾ കഴിയുമ്പോൾ എക്സാം ഉണ്ടാവില്ല. അത് അവിടെ വരെ അല്ലേ ഉള്ളൂ ഡിപ്ലോമയുടെ എക്സാം വരെ. അത് അറ്റൻഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വരുന്ന PG ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് PGയുടെ ക്ലാസ്സുകൾ കഴിയുമ്പോൾ അതിന്റെ എക്സാംസ് വരുമ്പോൾ അതിന്റെ എക്സാം അറ്റൻഡ് ചെയ്യണം. ഓക്കെ മാം. അതെന്തായാലും അങ്ങനെ തന്നെ വേണ്ടി വരും. ഓക്കെ, ശരി. PG വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ഇപ്പൊ PGയിൽ ക്ലാസ്സിൽ കയറാറില്ലേ സ്മിത? ക്ലാസ്സും ഈ ക്ലാസിന്റെ കൂടെ തന്നെ അല്ലേ അത്? എന്നെ ഇതിനകത്താണല്ലോ സോറി, നിങ്ങൾ 10th ബാച്ചുകാരാണല്ലോ. ഇതിന്റെ ഒപ്പം തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ PGയുടെ എക്സാംസ് വേറെയാണ്. ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്യുമ്പോ അതിന്റെ എക്സാം കൂടും. അതത് കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ ജോയിൻ ചെയ്യാം. 2 മാസം കൂടി ഇല്ലേ അത് കഴിഞ്ഞിട്ട്? അതെ. ഓക്കെ. അടുത്ത മാസത്തെ എക്സാം എന്ന് പറഞ്ഞത് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന എക്സാം ആണോ? 4th മൊഡ്യൂൾ കഴിഞ്ഞിട്ട് 3rd ഉം 4th കൂടി ഒരുമിച്ചുള്ളത് മോഡലാണ് ഉദ്ദേശിക്കുന്നത് മാം? മോഡൽ. ഓക്കെ. മെയിൻ ആയിട്ട് വരുന്നത് എന്നത്തേക്ക് വരും? അപ്പൊ കഴിയുമ്പോ അധികം താമസിക്കില്ല. എന്തായാലും ഒരാഴ്ചയൊക്കെ എങ്ങനെ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും
അത് അവിടെ നിന്ന് ടൈം ടേബിൾ ഇടുന്നതനുസരിച്ചിട്ടാണ് പറയാ. ആ മെയിൻ എക്സാമില് PGക്കാര് ചെയ്യണോന്നാ ചോദിക്കുന്നത്, അതാ ചോദിച്ചത്. 4th മൊഡ്യൂള് വരെ. 4th മൊഡ്യൂൾ വരെ എന്തായാലും PGയുടെ ഇത് സിലബസ് വേറെയല്ലേ, സിലബസ് സെപ്പറേറ്റഡ് ആണ്. 4th വരെയുള്ള മൊഡ്യൂളുകൾ നിങ്ങൾക്ക് ഡിപ്ലോമയിലുള്ളതാണ്. അപ്പൊ അതിന്റെ എക്സാം എന്തായാലും എഴുതണം. അതന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോ ഒറ്റ സർട്ടിഫിക്കറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഡിപ്ലോമ ഇതും കൂടി കിട്ടും? തുറക്കാം. ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ കഴിയും. എനിക്ക് തോന്നുന്നത് ഒരുമിച്ചായിരിക്കും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്നത് ഒരുമിച്ചായിരിക്കാം. അതെനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. അത് ഞാൻ ചോദിച്ചിട്ട് പറയാം കേട്ടോ. ഞാൻ ചോദിച്ചത് PGയുടെ മെയിൻ എക്സാം എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ 2 മാസം കൂടി കഴിഞ്ഞിട്ട് ആ മെയിൻ എക്സാം വരുമ്പോഴത്തേക്കും ഫസ്റ്റ് മൊഡ്യൂള് മുതലായിരിക്കും ഉണ്ടായിരുന്നെന്ന് ചോദിക്കുന്നത്. ഇല്ലില്ല, ഒന്നാമത്തെ മൊഡ്യൂൾ തുടങ്ങിയില്ല, അതുണ്ടാവില്ല. അപ്പൊ 4th വരെ അടുത്ത മാസം നമ്മൾ അറ്റൻഡ് ചെയ്യണം, PGക്കാർ അറ്റൻഡ് ചെയ്യണം. എനിക്ക് ക്ലിയർ ആയില്ല, രണ്ടുപേരെ സൗണ്ട് ഒരുമിച്ച് വന്നതുകൊണ്ട് മനസ്സിലായില്ല. എന്താണ്? അതായത് PGക്ക് ഫസ്റ്റ് മൊഡ്യൂള് മുതലായിരിക്കില്ല എക്സാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? അല്ല, മെയിൻ എക്സാമിന്റെ കാര്യം എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന എക്സാം ആണല്ലോ 2 മൊഡ്യൂൾ കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. PGയുടെ സമയം 3rd 4th കഴിയുമ്പോഴും എന്തായാലും മൊഡ്യൂൾ എക്സാം ഉണ്ടായിരിക്കും മോഡല്. അത് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത്. അതെ അതെ. അതല്ലാതെ PGക്ക് മെയിൻ എക്സാം ഉണ്ടാവുമല്ലോ 2 മാസം കഴിഞ്ഞിട്ട്. ഞാൻ അതിനെ കുറിച്ച് ഒന്നുകൂടി സാറിനോട് ചോദിക്കട്ടെ. നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു തന്നേക്കണെന്ന് എനിക്കറിയില്ല. PGയുടെ എക്സാമിനെ കുറിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഞാൻ ഒന്ന് ചോദിച്ചിട്ട് കൃത്യമായിട്ട് അടുത്ത ദിവസം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞുതരാം. അതായിരിക്കും നല്ലത്. ഓക്കെ, ഞാൻ ഒന്നും കൂടി അന്വേഷിക്കട്ടെ. ഇത് ഡിപ്ലോമയുടെ എക്സാംസ് സമയം അത് കഴിഞ്ഞിട്ട് 2 മാസം കഴിയുമ്പോൾ PGയുടെ എക്സാംസ് ആണോ നിങ്ങൾ മെയിൻ ആയിട്ട് എഴുതണ്ടേ എന്നല്ലേ നിങ്ങളുടെ സംശയം? മെയിനായിട്ട് എഴുതുമ്പോഴേ ഫസ്റ്റ് മൊഡ്യൂള് മുതലാണോന്ന്, അതായത് ഓരോ ദിവസമായിട്ടായിരിക്കുമല്ലോ. ഒരേ ദിവസമാണ്, പക്ഷെ അത് ഫസ്റ്റ് മൊഡ്യൂൾ തൊട്ടാണോ എന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ, അന്വേഷിച്ചിട്ട് പറയാം. അതായിരിക്കും ബെറ്റർ. ഞാൻ ചെറുപ്പത്തെങ്കിലും പറഞ്ഞു പോയാ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ ഐ തിങ്ക് ഞാനൊന്ന് ചോദിക്കട്ടെ കേട്ടാ. അത് ചോദിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ആൻസർ തരാം. ഓക്കെ, ജൂലൈ വരെ ഉണ്ടെന്ന് തോന്നുന്നു PGയുടേത്. പറയാം. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ അതുപോലെ എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് നന്നായിട്ടൊക്കെ റിവൈസ് ചെയ്തൊക്കെ ഇരിക്കുക. പരീക്ഷ വന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാനായിട്ട് ഇരിക്കാതെ കേട്ടാ. അപ്പൊ നമുക്ക് എവിടെയെങ്കിലൊക്കെ വെച്ച് കാണണം. എന്തായാലും നിങ്ങൾ പരീക്ഷ എഴുതി നല്ല രീതിയിൽ എന്താ പറയാ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ച് നല്ല കുട്ടികളായിട്ടൊക്കെ എവിടെയെങ്കിലൊക്കെ ജോലിക്ക് പെട്ടെന്ന് തന്നെ കയറട്ടെ എന്നൊക്കെയാണ് നമ്മളുടെ പ്രാർത്ഥന. നിങ്ങളൊക്കെ ജോലിക്ക് കയറുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും അതുപോലെ തന്നെ നമ്മളും എന്തൊക്കെയോ നേടിയതുപോലെ തോന്നും. ഓക്കെ, സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് വൺസ് അഗൈൻ. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. ഇന്റേൺഷിപ്പ് ചെയ്യണമെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അല്ലാതെ ചില പിള്ളേരൊക്കെ പോയി ചേർന്നിട്ട് നിന്നാണ് നമുക്ക് ഇവിടെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ നമ്മളുടെ ഒരു കോൺവെക്കേഷൻ നടത്തിയപ്പോ അവർ നേരത്തെ തന്നെയൊക്കെ പോയി ചോദിച്ചിരുന്നു. അങ്ങനെ ചോദിച്ച് നേരത്തെ വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഇന്റേൺഷിപ്പിലൊക്കെ ചെയ്യാനായിട്ട് വന്നോ എന്നൊക്കെ പറഞ്ഞിരുന്നൊക്കെ ചില കുട്ടികൾ കൂടെ നമ്മളോട് ഷെയർ ചെയ്തിരുന്നു. അത് നമ്മളുടെ ഒരു എന്താ പറയാ നമ്മുടെ ഒരു മിടുക്ക് കൂടി ഉണ്ട് അതിനകത്ത്. നമ്മളും കൂടി കുറെ കാര്യങ്ങൾ അതിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഒരു കമ്പൽസറി അല്ലാന്നാണ് തോന്നുന്നത്. അന്വേഷിച്ച് നോക്കേണ്ടി വരും. മാം, ഒരു ഡൗട്ടും കൂടി ഉണ്ട്. ഇപ്പൊ ഡിപ്ലോമ ചെയ്യുന്നവർക്ക് PG ചെയ്യാന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ അന്ന് വന്നായിരുന്നല്ലോ. അപ്പൊ ഞങ്ങളുടെ PG ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ എക്സാം എല്ലാം കഴിഞ്ഞിട്ടാണോ ക്ലാസ് തുടങ്ങുക? അതിനെക്കുറിച്ച് ഒരു ഈ ഡിപ്ലോമ അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡിപ്ലോമ കഴിയണോന്ന് പറഞ്ഞാണ്. അവർക്ക് ഡിപ്ലോമക്കാർക്ക് PG ചെയ്യാം എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ സാറ് മെസ്സേജ് പറയാനുള്ള കാരണം അത് ഇവിടെ ഒരു സംശയം അങ്ങനെ ചോദിച്ചിരുന്നു. മറ്റേതോ ബാച്ചിൽ. അപ്പൊ ഞാൻ തന്നെയാണ് സാറിനോട് ചോദിച്ചത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു ഇൻഫോർമേഷൻ ആയിട്ട് നമ്മളിവിടുന്ന് കുട്ടികൾക്ക് പാസ് ചെയ്യണം. വേറെ ഏതോ ബാച്ചിലെ കുട്ടികൾ അതായത് നമ്മളെ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് PGക്കുള്ള ക്ലാസ്സുകൾ തുടങ്ങാം. എക്സാം കഴിഞ്ഞിട്ടല്ലേ? ഡിപ്ലോമയുടെ എക്സാം കഴിഞ്ഞു. ശരി. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മള് വീണ്ടും കണ്ടതിൽ സന്തോഷമുണ്ട് എല്ലാവരും. അപ്പൊ ഇപ്പൊ കുറച്ചു പേരൊക്കെ ഫ്രീ ആയിട്ട് സംസാരിച്ചു. ഇതുപോലെ സംസാരിക്കണം, അതാണ് എനിക്കും ഇഷ്ടം, താല്പര്യം. എന്തെങ്കിലുമൊക്കെ ചോദിച്ചോ പറഞ്ഞോ സൗണ്ടെങ്കിലും കേൾക്കാൻ പറ്റുമല്ലോ, അതിനെ വേണ്ടിയിട്ടാണ്. അപ്പൊ ഓക്കെ, നിങ്ങൾ എല്ലാവരും പഠിച്ചോണ്ടേ ഇരിക്കുക. കഴിയുമ്പോഴേക്കും നിങ്ങൾക്കുള്ള എക്സാമും അതിനുള്ള ടൈം ടേബിളൊക്കെ വരും കേട്ടോ. അപ്പൊ എന്നെയും മറക്കരുത്, ഇടയ്ക്കിടയ്ക്ക് ഓർത്തേക്കണം. അപ്പൊ ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ് വൺസ് അഗൈൻ. ബൈ ബൈ, സീ യു. Okay, love you all.
താങ്ക് യു മിസ്. താങ്ക് യു വെരി മച്ച്. എല്ലാവരെയും കാണാം. അശ്വിനിയിലെ എത്രയും പെട്ടെന്ന് കാണാൻ ശ്രമിക്കാം. ഓക്കെ ബൈ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു.